ശ്രീ വി ഡി സതീശനോട് അസൂയ തോന്നിയ ഒരു നിമിഷം, അസൂയയും ആരാധനയും ഈ മനുഷ്യന്റെ കയ്യിൽ കേരളം സേഫ് ആയിരിക്കും എന്ന് തോന്നിയ ഒരു നിമിഷത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാനും ശ്രീ വി ഡി സതീശൻ ജിയും ഒക്കെ ഒരുമിച്ച് പങ്കെടുത്ത ജിംസ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിന്റെ ബുക്ക് റിലീസാണ്. CP ജോൺ സാർ ഉണ്ടായിരുന്നു, ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ചായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാനൊന്ന് ഓടിച്ചു വായിച്ചു, കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി. നമ്മളെന്തായാലും പുസ്തകത്തിൻ്റെ റിലീസിന് വേണ്ടി പോവുകയാണല്ലോ. ജിംസ എൻ്റെ അടുത്ത സുഹൃത്താണ്, ഒരു നല്ല കോൺഗ്രസ്സുകാരനാണ്, നല്ലൊരു തിങ്ക് ടാങ്കിലെ ആളൊക്കെയാണ്. അപ്പം പോവുകയാണ്. അവിടെ ചെന്നു, നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നല്ല പുസ്തകമാണ്, ജിംസയുടെ ഗുണമുണ്ട്, ബാക്കി എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ശ്രീ വി ഡി സതീശൻ അവിടെ വന്നിട്ട് വി ഡി സതീശൻ്റെ പ്രസംഗം അത് വളരെ ഡീപ്പായി ഡെപ്തായി ആ പുസ്തകം മുഴുവൻ വായിച്ചിട്ടാണ് ശ്രീ വി ഡി സതീശൻ വന്നത്. എനിക്കതിൽ ആരാധന തോന്നി. കാര്യം വേറൊന്നും കൊണ്ടല്ല, പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പലരും പല ആൾക്കാരുടെയും ബുക്ക് റിലീസിന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രഡക്ഷനൊക്കെ വായിക്കും, 2-3 പേരോട് സമ്മറി എന്തെങ്കിലും എടുത്തു തരാൻ പറയും. പക്ഷെ ശ്രീ വി ഡി സതീശൻ അതിൻ്റെ ഡെപ്തിൽ പോയി ഓരോ ചാപ്റ്ററിലെയും കാര്യങ്ങൾ എടുത്തു പറയുന്നത്, അത് ജിംസ എന്നൊരു എഴുത്തുകാരനുള്ള പ്രോത്സാഹനം മാത്രമല്ല, വായനയിലൂടെ സ്വയം നിർമ്മിച്ച ഒരു മനുഷ്യനാണ് ശ്രീ വി ഡി സതീശൻ. വായന തപസ്യയാക്കിയ ഒരു മനുഷ്യനാണ്. ശ്രീ വി ഡി സതീശൻ്റെ ആ ഒരു സംഭവം ഓർക്കാൻ കാരണം, ഇത്രമാത്രം അറിവുള്ള, ഗംഭീരമായി മലയാളത്തിൽ പ്രഭാഷണം നടത്തുന്ന, ആത്മീയതയെക്കുറിച്ച്, ലോകമതങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, സാമൂഹിക കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും അദ്ദേഹത്തിന് ആഴമേറിയ അനാലിസിസ് നൽകാൻ കഴിയുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഈ വായനയാണ്. ഇത് യഥാർത്ഥത്തിൽ വായനയുടെ മഹത്വം കൂടിയാണ്. ഒരു പക്ഷേ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ പോലും ഇത്രയധികം വായനയുള്ള, റീഡിംഗ് ഉള്ള മറ്റൊരു നേതാവ് ഉണ്ടാകുമെന്ന് സംശയമാണ്. ശ്രീ വി ഡി സതീശൻ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അതിൽ പലപ്പോഴും ഒരുപാട് ഇൻ്റലക്ച്വൽസും എഴുത്തുകാരും ചിന്തകരും സാമൂഹിക പ്രവർത്തകരും ഒക്കെ സന്തോഷിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആദ്യം മുതലേ ശ്രീ വി ഡി സതീശന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നത്. വായനയിലൂടെ, റീഡിങ്ങിലൂടെ സ്വയം നിർമ്മിച്ചൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. ആഴമേറിയ വായന, പരന്ന വായന, ഇത്തരം കാര്യങ്ങൾ ആ വ്യക്തിത്വത്തിൻ്റെ പേഴ്സണാലിറ്റി ഫോർമേഷന് ഒരുപാട് സഹായിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ ശ്രീ വി ഡി സതീശൻ്റെ ഓർമ്മ ഗ്രൂപ്പ് പങ്കുവെക്കാൻ കാരണം ഇതാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവത്തെക്കുറിച്ച് 2-3 പേരോട് പറയുകയും, എനിക്ക് 1-2 ചാനലിൽ പറയുകയും ചെയ്തു. അപ്പം ചില ആൾക്കാർ അതൊന്ന് പങ്കുവെക്കണമെന്ന് പറഞ്ഞു. അപ്പം അതാണ് ശ്രീ വി ഡി സതീശൻ്റെ ബുക്ക് റിലീസിന് പോയ നിമിഷം, അദ്ദേഹത്തിൻ്റെ ആഴമേറിയ വായന. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരും അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ വീഡിയോ കാണുന്നത്, ബാക്കി കാര്യങ്ങളോ TV ഇതിൽ നിന്നെല്ലാം ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. പക്ഷേ വായനയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, കാര്യം ആ വാക്കുകളുടെ ഡെപ്ത്, അതിലെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ അധികമാണ്. അതുകൊണ്ട് നമുക്കും അതുപോലെ വായിക്കാൻ കഴിയട്ടെ. ശ്രീ വി ഡി സതീശനെ പോലെ കൂടുതൽ വായിക്കുകയും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയട്ടെ. ശ്രീ വി ഡി സതീശൻ്റെ വരും ദിവസങ്ങളിലെ എല്ലാ നിലപാടുകളും കേരള ജനത വളരെ ആഴമേറി പരിശോധിക്കുകയും വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ആ പ്രതീക്ഷകളുടെ ഭാരം അദ്ദേഹത്തിന് ഉത്തേജനമാകട്ടെ. ശ്രീ വി ഡി സതീശൻ്റെ ആ ഓർമ്മ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വായനയോടുള്ള പാഷൻ ഓർക്കാൻ ഈ അവസരം ഉപയോഗിക്കും.